ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറിട്ട് പോവാം. നമ്മൾ ടൈറ്റിൽ നമുക്ക് മനസ്സിലായില്ലേ ഫ്രണ്ട്സ്? നമുക്ക് നോക്കാം. അവിടെ ഏഴ് ഫോക്സ്, അതെ, എല്ലാ 7 ഫോക്സ് ഉണ്ടായിരുന്നു. ഇങ്ങനെ കാട്ടിൽ ഓടിപ്പോയി ഒരു ഫോക്സ് ഓടിപ്പോയി പാഞ്ഞുകൊണ്ട് പോയി. ഫോക്സ് കാണാൻ നല്ല ക്യൂട്ടായിരുന്നു. ക്യൂട്ട് കളർ വൈറ്റ് കളർ ഫോക്സ് ഓടിപ്പോകാൻ തുടങ്ങി. വൈറ്റ്, ഫുൾ പ്യുവർ വൈറ്റ്. ആ ഫോക്സ് ഓടിപ്പോയി ഊഞ്ഞിട്ട് ഒച്ചുണ്ടാക്കി. അങ്ങനെ പിന്നെ ഒരു റെഡ് ഫോക്സ് വന്ന് എന്ത് പറ്റി? അങ്ങനെ ഫോക്സ് സംസാരിക്കാൻ തുടങ്ങി. എന്ത് പറ്റി ചേട്ടാ, എന്ത് പറ്റി? കാട്ടിൽ പ്രശ്നം വന്നിട്ടുണ്ടോ? ചേട്ടൻ എവിടെയാണ്? റെഡ് ഫോക്സിൻ്റെ ചൊട്ട്. റെഡ് ഫോക്സ് പറഞ്ഞു, എന്ത് ചേട്ടാ? പ്യുവർ റെഡ് കളർ. അങ്ങനെ ഫോക്സ് പറയാൻ തുടങ്ങി, ചേട്ടാ എന്ന് വിളിക്കാൻ തുടങ്ങി. ഒച്ചുണ്ടാക്കി. ബാക്കി ഫോക്സ് വന്നു, എന്താടാ പറ്റി? വൈറ്റ് ഫോക്സ് പറയാ, അറിയില്ലടാ, കാട് നശിപ്പിക്കുന്നു ആരോ. ജനങ്ങൾ വന്ന് നമ്മളെ കാട് നശിപ്പിക്കുന്നു. ഇവിടെ ബിൽഡിങ് കെട്ടാൻ പോകുന്നതുണ്ടോ? ഇപ്പം എന്താ ചെയ്യുക? അങ്ങനെ പിന്നെ ഒരു ഫോക്സ് പറയാൻ തുടങ്ങി, എന്ത് കാട് നശിപ്പിക്കുന്നതാ? ആരാ അത്? നമ്മൾ പോയിട്ട് എതിർക്കണം. അങ്ങനെയായിട്ട്, അല്ലടാ, നമ്മളെ എന്നൊരു ഫോക്സ് അവനിടെ പോയി. അങ്ങനെയായിട്ട് അവനിക്ക് അടിപ്പെട്ട് വന്ന് മയങ്ങി വീണു. റെഡ് ഫോക്സ് വൈറ്റ് ഫോക്സ് ഓടിപ്പോയി. ചേട്ടാ, എന്ത് പറ്റി ചേട്ടാ? ചേട്ടാ അങ്ങനെയായിട്ട് ഫോക്സ് പറയാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ ഫോക്സ് പറയുന്നത്, എനിക്കില്ലായിരുന്നു ഫോക്സ്, എനിക്കില്ലായിരുന്നു. എന്ത് പറ്റി ചേട്ടാ? ഇനി പറയായിരുന്നു. അപ്പോൾ വൈറ്റ് ഫോക്സ് ഹീലിംഗ് ചെയ്തു. അങ്ങനെ ശരിയായി. അങ്ങനെയായിട്ട് ആ ഫോക്സ് കണ്ണ് തുറന്നു. ഇവിടെ കാട്ടിൽ ആപത്തുണ്ട്, നമ്മളിവിടെ നിന്ന് ശരിയാവില്ല. അങ്ങനെ ആ ഫോക്സ് പറഞ്ഞു. അങ്ങനെ ആ ഫോക്സ് പറയുന്നത് കേട്ടിട്ട് ഓക്കെ എന്ന് തലയാട്ടി. അങ്ങനെ എല്ലാ ലീഡർ ഫോക്സ് പറയാൻ തുടങ്ങി. അങ്ങനെയായിട്ട് ഇവിടെ നിന്ന് നമ്മൾ ജനങ്ങൾ ഓടിച്ച് പറ്റും. അങ്ങനെയായിട്ട് പറഞ്ഞു ഒരു ഫോക്സ് സംസാരിക്കായിരുന്നു. അങ്ങനെയായിട്ട് അവർ ഇരുന്നിട്ട് വേറെ സാഡായിരുന്നു. അങ്ങനെയായിട്ട് എന്ത് ചെയ്യുക ഏത് ചെയ്യാന്നറിയില്ല. നമുക്ക് ഇപ്പോൾ ഹീറോയിനായിട്ട് നോക്കാം. ഹീറോയിൻ, അയ്യോ എടാ ഡാഡ്, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡാഡ്, ആ പ്ലേസ് എനിക്ക് വേണം. എന്താ മണി പറഞ്ഞേക്കടി, അത് ഡാഡ്, ആ പ്ലേസ് എൻ്റെതാ. ആരാ ഡാഡ് അവിടെ കാടുന്ന് നശിപ്പിക്കാൻ നോക്കുന്നത്? ഡാഡ്, അതെനിക്ക് ഇൻട്രസ്റ്റ് പെട്ട ജാഗയാണ്. അങ്ങനെ ഹീറോയ്ക്ക് ടെൻഷനായി ഒച്ചുണ്ടാക്കാൻ തുടങ്ങി. ഇത് കേട്ട് ഹീറോയിൻ്റെ ഫിയാൻസി വന്നു. ചെക്ക പറയാൻ തുടങ്ങി, ഡാർലിങ്, നമ്മളെ ഫ്യൂച്ചർ നിനക്ക് സർപ്രൈസ് ആണ്. ഞാൻ അവിടെ വീട് കെട്ടുമ്പോൾ ഇതോടെ ഹീറോയ്ക്ക് ടെൻഷനാകും. നിൻ്റെ ആരുടെ മാരേജ് ഞാൻ കഴിക്കില്ല, എനിക്ക് നിന്നെ ഇഷ്ടമല്ല, ഞാൻ മാരേജ് കഴിക്കും മാത്രം, ഞാൻ കല്യാണം കഴിക്കില്ല. ഹീറോ ടെൻഷനിലോട് പോയി ഡാഡി മുറിക്കാൻ തുടങ്ങി. അങ്ങനെ ഹീറോ ആ കാട്ടിലേക്ക് പോകാൻ തുടങ്ങി. ഇങ്ങനെ ഡ്രൈവിങ് ചെയ്ത് പോകാൻ തുടങ്ങി. അങ്ങനെ അവനക്ക് ടെൻഷനാവാൻ തുടങ്ങി. ജോർജ്, എസ് ബോസ്, അവളെ തീർത്ത് കളയടാ. അവൻ ദൂരെ വന്ന് സംസാരിക്കും. സ്മക്ക് ചെയ്യാൻ തുടങ്ങി. എന്താ? ആ പ്ലേസ് എനിക്ക് തരില്ല, നീ പോയാൽ ആ പ്ലേസ് എൻ്റെ സ്വന്തമാവും. അവൻ സ്മക്ക് ചെയ്യാൻ തുടങ്ങി. പിന്നെ അങ്കിൾ ഐസ് വെക്കാൻ തുടങ്ങിയായിരുന്നു. അവനൊരു ഈ കഥയുടെ വില്ലനായിരുന്നു. അങ്ങനെയായിട്ട് ഫോൺ ചെയ്ത് അടികാലോട് അവൻ പറഞ്ഞു, ശരി സാർ ചെയ്ത്. ഹീറോയിനോട് കാറിൽ വരുമായിരുന്നു. ഹീറോയിന് ഫോൾ ഇങ്ങനെ കാട്ടിൽ വരുമ്പോൾ കാട്ടിൽ വെച്ച് തീർക്കാമെന്ന് പ്ലാൻ ചെയ്തു. ഹീറോ ഇങ്ങനെ വന്ന് ബിൽഡിംഗ് സ്റ്റോപ്പ് ചെയ്തു. ഇതിലൊരു ക്യൂട്ട് ഫോക്സ് ഹീറോയിനെ ശ്രദ്ധിച്ചുകൊണ്ടായിരുന്നു. ഹീറോയെ ഒച്ചുണ്ടാക്കി പറയാൻ തുടങ്ങി, കാട് നശിപ്പിക്കേ, ഞാൻ എന്തായാലും ചെയ്യാൻ പറഞ്ഞത്, നിങ്ങൾ എന്തിനാണ് എൻ്റെ കാട് വന്ന് നശിപ്പിക്കുന്നത്? ഹീറോയിട്ട് ഒച്ചുണ്ടാക്കാൻ തുടങ്ങി. ഇത് ക്യൂട്ടായിട്ട് ഫോക്സ് നോക്കായിരുന്നു. വാവ്, ഇളെ കാണാൻ ക്യൂട്ടായിട്ടുണ്ടല്ലേ? അതെ, രണ്ടുപേരെ തല കിട്ടു. എൻ്റെ ചേട്ടാ എന്താ ഇവിടെ നോക്കുന്നത്? അവിടെ നോക്കു ചേട്ടാ, അവർ എന്ത് ചെയ്യുന്നതെന്ന്. അങ്ങനെ ആ ഫോക്സ് എതിക്കാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ ബാക്കി ഫോക്സ് 7 ഫോക്സിന് ഇപ്പോൾ 7 ഫോക്സായി. ഇതിനെല്ലാം നോക്കിയ ശ്രദ്ധിക്കാറ്. ഈ കാട് നശിപ്പിക്കാൻ കാലം ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ, ഇത് എൻ്റെ കാടാ ഇങ്ങനെ പറഞ്ഞു തന്നെ. അതിലൊരു മാഡം, സോറി മാം, നിങ്ങളെ കൊന്നു കളയാൻ പറഞ്ഞു വരുന്നു. ഹീറോയിനെ കൊല്ലാൻ വന്നു. അങ്ങനെ ഒരാൾ ഹീറോയിനെ മണ്ടയ്ക്ക് അടിച്ചു. അങ്ങനെ ഹീറോയുടെ മയങ്ങി വീണു. പിന്നെ അവർ സംസാരിക്കാൻ പിന്നെ ആ കാറിൽ ഇറങ്ങി വന്നു. ഇവളെ കൊന്നു കളഞ്ഞല്ല, അവിടെ ഇട്ടുമോ എന്നെറിഞ്ഞു. ഇതെല്ലാം ഫോക്സൊക്കെ കേട്ടു. ഇവളെ കൊന്നു കളഞ്ഞാൽ മാത്രം ഇവളെ സ്വത്ത് എനിക്ക് കിട്ടും. ശരി ബോസ്, നിങ്ങൾ പറഞ്ഞ മതി, കൊന്നു കളഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനായിട്ട് അവന് വന്നായിരുന്നു. ഹീറോയിനെ ഫോളോ ചെയ്ത് വന്നായിരുന്നു. ശരി ഓക്കെ എന്ന് പറഞ്ഞ് സ്മൈൽ ചെയ്തായിരുന്നു. അങ്ങനെ ഈ ഫോക്സ്മാർക്കെല്ലാം കേട്ടു, ഓ ഇതാണോ ഈ കാടുന്ന് ഇവളെ പേരിലാണ് ഉള്ളത്. ശരി, നമ്മൾ ഇവളെ ശരിയാക്കിയാൽ മാത്രം ഇത് ചെയ്യാൻ പറ്റൂ. എല്ലാ ഫോക്സ് അവർ അവിടെ നിന്ന് പോയി. അങ്ങനെ എല്ലാ ഫോക്സ് അവിടെ ഇരുന്നു മാജിക് യൂസ് ചെയ്ത്. അങ്ങനെ ഹീറോയിന് മാജിക് യൂസ് ചെയ്ത് അങ്ങനെ ആ ഫോക്സുമാർ അവർ മനുഷ്യനായി മാറി. 7 ബോയ്സായി മാറി. അവർ എടുത്തുകൊണ്ട് പോയി. അങ്ങനെ ജിൻ വന്ന് ജിന്നക്ക് വൈറ്റ്
വൈറ്റ് മെഡിസിൻ പവർ, ഐസ് പവർ ജിന്നി കൊടുത്തു. അങ്ങനെ ജിൻ ഹീലിംഗ് ചെയ്തു. ജിൻ പറയാൻ തുടങ്ങി, അതേ ചേട്ടാ ഹ്യൂങ്കി പറയാം, ഹ്യൂങ്കിക്കാണ് തല്ല് കിട്ടിയത്, ഹ്യൂങ്കി പോയിട്ട് തല്ലാക്കിയ കൊണ്ട് തന്നെ ഹ്യൂങ്കിക്ക് അടിപൊട്ടിയതായിരുന്നു. ഹ്യൂങ്കി പറയാൻ തുടങ്ങി, ഇതെല്ലാം ഞങ്ങൾ നോക്കിക്കോളാം. യുങ്കി പറയാൻ തുടങ്ങി, മനുഷ്യന്മാരെ നമ്പങ്ങല്ല. യുങ്കി പറഞ്ഞേക്ക്. ജിൻ പറയാൻ തുടങ്ങി, യുങ്കി നീ ടെൻഷൻ എന്താക്കണ്ട, ഇവൾ നല്ല മനുഷ്യനാണ്, ഞാനിവിടെ നോക്കിയായിരുന്നു. ഇവർ പറയുന്നത് കേട്ട ജിന്നാണ്. രണ്ടുപേരും വിയും ജങ്കുക്കാണ് നോക്കിയായിരുന്നു. ഹീറോയിനെ ശ്രദ്ധിച്ചത് വി വന്ന് തലക്കടിച്ചെന്ന്. അതുകൊണ്ടാണ് വി നോക്കിയത്. അത് വി പറയാൻ തുടങ്ങി, ഇവൾ തന്നെ മനുഷ്യനാണ്, ഈ കാടുക്ക് വേണ്ടി ഇത് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് ഷുഗ പറഞ്ഞു, ശരി ഓക്കെ, ഞാനൊന്ന് മനുഷ്യന്മാരെ നമ്പില്ല എന്ന് ഷുഗ ടെൻഷനിൽ പറയാൻ തുടങ്ങി. ശരി നമ്മൾ നോക്കിയാളെ ഹീറോയും ഉറങ്ങിയായിരുന്നു. കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഹീറോയിൻ്റെ അടുത്ത് ഹീറോയ്ക്ക് ഷോക്കായി. 7 ബോക്സ്. ഇത് കണ്ട് ഹീറോയ്ക്ക് പേടിയാവാൻ തുടങ്ങി. നിങ്ങളാരാ? ക്യൂട്ടായിട്ട് ഹീറോയ്ക്ക് പേടിയാവാൻ തുടങ്ങി. ഹീറോയെ ടച്ച് ചെയ്ത് നോക്കി. ഫോക്സ് ഇത് ഒരുമാതിരി ഒക്കെ. അത് 2 ഫോക്സ് പറഞ്ഞ് ഹീറോയിന് ഭയങ്കര കൊഞ്ചാൻ തുടങ്ങി. നീ ക്യൂട്ടായിട്ടുണ്ട്. അതിലൊരു ഫോക്സ് എന്നങ്ങോട്ട് തിരിച്ചിടും. നീ എന്തിനാ ടെൻഷൻ ആക്കുന്നത്? നിങ്ങളെ കാണാൻ ക്യൂട്ടായിട്ടുണ്ട്, പപ്പി മാറിയുണ്ട് എന്ന് പറഞ്ഞ്. ഇതൊരു ഷൂ ഒക്കെ ടെൻഷനായി. എന്തടി ഞാൻ ഡോഗാ? ഞാൻ ഡോഗല്ല, ഞാൻ ഫോക്സ്. ഹീറോയിൻ മുറച്ച് ഒരു പോക്ക് പോയി. ഹീറോയിൻ പറഞ്ഞു തുടങ്ങി, ശരി ഇപ്പോൾ ഇവിടെ ഇരുന്ന് ശരിയല്ല, നിങ്ങളെന്നെ കൂടെ ഇരുന്ന്. ഹീറോയിൻ തടഞ്ഞിട്ട് ഇങ്ങനെ പോയി. അങ്ങനെ ഹീറോ ഇരുന്നു. പിന്നെ ഹീറോ ഇങ്ങനെ കുളിക്കാൻ പോയി. അതെ, കുളിക്കാൻ കുറഞ്ഞ ഡ്രസ്സ് ഹീറോയിൻ്റെ ഓൾറെഡി അവൾ കാറിൽ ഡ്രസ്സ് ഉണ്ടായിരുന്നു. അവളിങ്ങനെ പോകുമ്പോൾ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ട്രിപ്പ് പോകാൻ പറഞ്ഞത് ഹീറോയിൻ സാധനങ്ങളിൽ കൊണ്ടുവന്ന് കാറിൽ. അങ്ങനെ കൊണ്ട് ഹീറോയിൻ കുളിക്കാൻ പോയി. ഹീറോയിൻ ഇതെന്താ ഫോക്സ് അല്ലേ, മനുഷ്യരല്ല. അങ്ങനെയായിട്ട് ഡ്രസ്സ് ചേഞ്ച് ആക്കി. ഇത് 2 ഫോക്സ് വായുകളൊന്ന് നോക്കാൻ തുടങ്ങി. ഹീറോയ്ക്ക് അറിയില്ലായിരുന്നു അത് ഫോക്സ് മനുഷ്യരാൻ പറ്റും. ഇത് ഫോക്സ് ഇതെന്താ ഹീറോയ്ക്ക് അറിയില്ല. ഗേളായില്ല ബോയ എന്നറിയാതെ ഹീറോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് 2 ഫോക്സ് വായുകളൊന്ന് നോക്കായിരുന്നു. ഹീറോയി ഡ്രസ്സ് ചേഞ്ച് കുളിച്ച് ഫ്രഷായി വന്നു. 2 ഫോക്സിന് മണ്ടക്ക് ടപ്പാന്ന് ഇട്ടു. എന്താ ചേട്ടാ? വി ജങ്കുക്ക് എന്താ ചെയ്യാ? ഒന്നുമില്ല ചേട്ടാ, അതൊന്നുമില്ല. അങ്ങനെ ആറും പറയാൻ തുടങ്ങി. 2 പേർ നിങ്ങൾ ഫോക്സ് എന്ന് മുണ്ടാതിരി, നിങ്ങൾ കാട്ടിക്കൊടുക്കണ്ട എങ്ങനെയായിട്ട് ആറും പറഞ്ഞായിരുന്നു. ഹീറോയിന് റൈറ്റായിരുന്നു, ഉറങ്ങിയായിരുന്നു. അങ്ങനെ ഫോക്സ് ഊണയിടാൻ തുടങ്ങി. ഹീറോയ്ക്ക് അവർ രാത്രി റിസൾട്ടായി അവർ മനുഷ്യനാകെ കണ്ടത്. ഹീറോയ്ക്ക് ഷോക്കായി പോയി. എന്ത് ഇവർ മനുഷ്യനായല്ലോ.